ഹലോ ഗേസ്, എന്തൊക്കെയാ വർത്താനം? വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞങ്ങളിവിടെ ഒരു ചെറിയൊരു പരിപാടിയിലാട്ടോ. സാമ്പാർ ചീര അറിയുന്ന സാധനമുണ്ട്. ഇത് ഇന്നത്തെ കുട്ടികൾക്ക് ന്യൂ ജനറേഷനൊന്നും ഇതറിയില്ല കേട്ടോ സംഭവം. അപ്പോൾ നമ്മൾ സാമ്പാർ ചീര കൊണ്ട് ചെറിയ നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. ചോറുക്ക് നല്ലൊരു കൂട്ടാനാട്ടോ, അടിപൊളി കൂട്ടാനാണ്. കണ്ണിന് കാഴ്ച ശക്തിയൊക്കെ കിട്ടാനും പ്രതിരോധ ശക്തിക്കൊക്കെ നല്ല കേട്ടോ ഈ സാധനം. പിന്നെ പ്രഷർ ഷുഗറിനൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ്. എല്ലാം കൊണ്ടും നല്ലൊരു സാധനം കേട്ടോ. അത് നമ്മൾ പഴയ മോഡൽ തേങ്ങാപ്പൊളി കണ്ടുകൂടെ നിങ്ങൾ? മടാൾ കൊണ്ട് പണ്ട് ഇങ്ങനെയാണ് പൊളിച്ചിരുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, ഇപ്പോൾ തേങ്ങ പൊളിച്ചിന സാധനമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം മടാൾ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ കുത്തി പൊളിച്ചു വെട്ടുക, കുത്തുക, പൊളിച്ചുക, കണ്ടോ? അങ്ങനെ സൈഡിലേക്ക് കൊത്തുക, ഇങ്ങോട്ട് ഇങ്ങനെ ഇതാക്കുക, ഇങ്ങോട്ട് കടിച്ച് വലിച്ച് ചീന്തുക. ഇങ്ങനെ കേട്ടോ നമ്മളെ പഴയ തേങ്ങപ്പൊളി. അങ്ങനെ തേങ്ങ ഇങ്ങനെ എത്ര നേരം ഇരുന്ന് പൊളിച്ചണമെന്നറിയോ? ഒരു തേങ്ങ പൊളിക്കാൻ തന്നെ എത്ര സമയം എടുക്കുമെന്നറിയോ? നമ്മളെ ചീര അരിഞ്ഞ് നുറുക്കി സെറ്റായിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞ് നുറുക്കിയ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇതാക്കണം, ഉള്ളി തിരിയണം, മുളക് ഇതാക്കി ഒക്കെ റെഡിയാക്കിയിട്ടോ നമ്മളെ തേങ്ങ ഒന്ന് ഉടക്കാൻ പോവുകയാണ്. ഉടച്ചിട്ടാണ് റെഡി ആകണില്ല. കുറേ ഉടച്ച് നോക്കുന്നുണ്ട്, നടക്കണില്ല. തേങ്ങ ഉടക്കണത് വേറെ കേട്ടോ. തേങ്ങ ഉടക്കണത് ഓർക്ക് ഉടക്കാൻ വയ്ക്കുന്നില്ല. അപ്പോൾ നമ്മളെ തേങ്ങ ഉടക്കൽ അവർ പരാജയപ്പെട്ടു. ഇനി ഇൻ്റെ ഉടക്കലാണ്. ഇൻ്റെ ഉടക്കൽ ഉടച്ചു. ഇനി സൈഡ് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ക്ലിയറായിട്ട് കിട്ടും. അതേപോലെ വെള്ളം കുടിച്ചു. ഞാൻ തേങ്ങ ചിരണ്ടിട്ടോ. തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുക കേട്ടോ. ചിരടല്ല, ചിരകിക്കൊണ്ടിരിക്കുക. ചടപട വെച്ചിട്ട് ഇങ്ങനെ തേങ്ങ ചിരകിയിട്ട്. അപ്പോൾ ഉള്ളി നമ്മൾ വറുക്കുകയാണ്. നമ്മുടെ ഉള്ളി ചട്ടിയിലിട്ടിട്ട് വറക്കുകയാണ്. ഞങ്ങൾ വറക്കുകയാണ് കേട്ടോ. ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ മുളകും ഇട്ടിട്ട് തേങ്ങ ഇട്ട് വറുത്തു കൊണ്ടിരിക്കുക. തേങ്ങയും ഉണക്കമുളക് ഇട്ട് ഇങ്ങനെ വറക്കുക. അതിക്കിങ്ങനെ തേങ്ങ ഇട്ടിട്ടോ. ഇനി എന്താ അവൾ ഇംഗ്ലീഷൊക്കെ പറയണേ? എന്താ അവൾ ഇംഗ്ലീഷൊക്കെ പറയണേ? തേങ്ങക്കൻ്റെ മേലെ ഓളെന്താ ഇംഗ്ലീഷ് പറയണേ? അല്ലേ, തേങ്ങയുടെ മേലെ ഞങ്ങൾ ചീര ഇട്ടിട്ടോ. ചീര ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി മറിക്കണം കേട്ടോ. ഇതിനങ്ങനെ എടുത്ത് കുത്തി മറിക്കണം. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇങ്ങനെ കുത്തി മറിക്കണം. അങ്ങനെ കുത്തി മറിക്കണം. തേങ്ങ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് കുത്തി മറിച്ചട്ടോ. അപ്പോഴേ അത് മിക്സ് ആക്കുള്ളൂ. ഇങ്ങോട്ട് അടച്ച് വെക്കുക കുറച്ച് നേരം. ഇനി കുറച്ച് നേരം അടച്ച് കഴിഞ്ഞിട്ട് തുറന്ന് വെക്കുക. തുറന്ന് കഴിഞ്ഞാൽ അത് നല്ല സെറ്റായി വെന്ത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഉസാറായി നമ്മളെ ചീര റെഡി ആയിട്ടോ. നല്ല അടിപൊളി ആയിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ടോളിട്ടോ. വേണമെങ്കിൽ മണത്തിന് വേണമെങ്കിൽ വല്ല പനിക്കൂർക്കൻ്റെ ഇല എന്ത് വേണമെങ്കിലും ഇടാട്ടോ. ജീരകം ഇടണമെങ്കിൽ ഇടുക, പനിക്കൂർക്കൻ്റെ ഇല ഇടണമെങ്കിൽ ഇടുക. ഇത് വേറൊരു മോഡലാട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി തേങ്ങ ചിരകിയത് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഇടാം കേട്ടോ. അത് കൂട്ടാൻ റെഡിയായി. ഇനി നമ്മൾ മീൻ പൊരിച്ചതുണ്ട് ഇവിടെ, നല്ല അടിപൊളി മീൻ പൊരിച്ച്.